Meet the editors. ചോദ്യം ഇതാണ്, മോദി പ്രതിരോധത്തിലോ? നമുക്കിപ്പം പിയാസുൽ കൂടി ചേരുന്നുണ്ട്, ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. വെൽക്കം പിയാസുൽ ആൻഡ് ഗുഡ് ഈവനിങ്. സ്മൃതി, മോദി തുടർച്ചയായി പ്രതിരോധത്തിലാവുന്ന കാഴ്ച മാത്രമല്ല, 12 വർഷത്തിൽ ഇതാദ്യമായി പ്രസിഡന്റിൻ്റെ നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിക്ക് മറുപടി പറയാതെ ലോക്സഭയിൽ നിന്ന് മടങ്ങേണ്ടി വരുന്ന കാഴ്ചയും നമ്മളിത് കണ്ടു. ഒരുപക്ഷെ 12 വർഷത്തിൽ ഇതാദ്യമായിട്ടായിരിക്കണം പ്രധാനമന്ത്രി ഇത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ചൂടറിയുന്നത്. മോദി പ്രതിരോധത്തിലോ? മോദി പ്രതിരോധത്തിലാണ്, പല വിഷയങ്ങളാൽ കൂടി പ്രതിരോധത്തിലാണ്. പ്രതിപക്ഷത്തിന് പ്രതിഷേധം എന്ന നിലയ്ക്കല്ല, പല വിഷയങ്ങളിലായി പ്രതിരോധത്തിലാണ് എന്നുള്ളതാണ്. 2004 ജൂൺ 10 അന്ന് മൻമോഹൻ സിംഗും ഇതേപോലെ ലോക്സഭയിൽ ഹാജരായി. പക്ഷേ BJPയുടെ പ്രതിഷേധം കാരണം അദ്ദേഹത്തിന് നന്ദി പ്രസംഗം നടത്താൻ കഴിഞ്ഞില്ല. നന്ദി പ്രമേയം പാസ്സാവുകയാണ്, പ്രസംഗിക്കാതെ തന്നെ നടന്നു. അതേപോലെ ഇതും സംഭവിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം വരുമ്പോൾ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ വനിതാ MP-മാർ വളഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തെ സംസാരിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അവിടേക്ക് കടന്നു വരാൻ പറ്റാത്ത വിധം പ്രതിഷേധിക്കുകയാണ്. അതിനെ ഏത് രൂപത്തിലാണ് ഭരണപക്ഷം പറയുന്നത്? അദ്ദേഹത്തിനെതിരെ സ്പീക്കർ തന്നെ പറയുകയാണ്, അദ്ദേഹത്തിന് നേരെ ആക്രമണത്തിന് പദ്ധതിയിട്ടു പ്രതിപക്ഷം എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആക്രമണമല്ല, പ്രതിഷേധമാണ്. ഇവിടെ പ്രതിപക്ഷ സ്വരം ഉയരാത്ത ഒരു പാർലമെന്റാണ് ഭരണപക്ഷം ആഗ്രഹിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് എല്ലാ ഘട്ടത്തിലും നടത്തിയിട്ടുള്ളത്. നേരത്തെയും പ്രതിപക്ഷാംഗങ്ങൾ സംസാരിക്കുമ്പോൾ അത് തടയുന്ന സ്പീക്കറെ, ആ സമയത്ത് മാത്രം ഇടപെടുന്ന സ്പീക്കറെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും അതെ, ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തടയുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഉന്നയിച്ചത്. നരവനെ, മുൻ കരസേനാ മേധാവിയുടെ പുസ്തകം ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ, പുറത്തിറങ്ങിയിട്ടില്ലല്ലോ എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് ആണ്. രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി. രാജ്നാഥ് സിംഗിനെ കൂടി പ്രതിരോധത്തിലാക്കുന്ന, പ്രധാനമന്ത്രിയെ കൂടി പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങളുള്ള നരവനയുടെ പുസ്തകം, അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഇറങ്ങിയ പുസ്തകം, ആ പുസ്തകം ഇറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങാത്തതിന് കാരണം കേന്ദ്ര സർക്കാർ പുറത്തിറങ്ങാൻ അനുവദിക്കാത്ത എന്നതുകൊണ്ടാണ്. പക്ഷേ ഈ പുസ്തകത്തെക്കുറിച്ച് കാരവനിൽ വരുന്ന ലേഖനം ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ വന്നത്. അത് രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, രാജ്യ സ്നേഹവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നരവനെ ആ പുസ്തകത്തിൽ പറയുന്നത് ഗാൽവൻ കുന്നുകളിലെ ചൈനയുടെ ആക്രമണം, 2020 ചൈനയുടെ ആക്രമണം, ചൈന അവിടേക്ക് കടന്നു വരുന്ന ഘട്ടത്തിൽ ചൈന നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിർത്തിയിലേക്ക് എന്നുള്ള കാര്യം നരവനെ പല ഘട്ടങ്ങളിലായി ആരെയൊക്കെ അറിയിച്ചു എന്നടക്കം അതിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ രാജ്നാഥ് സിംഗിനെ വിളിക്കുന്നുണ്ട്, വിദേശകാര്യമന്ത്രി വിളിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയോട് സംസാരിച്ച ശേഷം 2 മണിക്കൂറിന് ശേഷമാണ് അതിൽ തീരുമാനമെടുക്കാതെ തീരുമാനം നിങ്ങളെടുക്കൂ എന്നുള്ള കാര്യം നരവനെയോട് പറയുന്നത്. ആ സമയമായപ്പോഴേക്കും നമുക്കറിയാം 20 സൈനികരെ, ഇന്ത്യൻ സൈനികരെ നമുക്ക് നഷ്ടപ്പെടുന്നു. ആ കാലത്ത് ഈ കാര്യങ്ങളിൽ ചർച്ച, അന്നും പ്രതിപക്ഷ നേതാവാണ് ചൈനയുടെ വിഷയം ഉന്നയിച്ചിരുന്നത്, രാഹുൽ ഗാന്ധിയാണ് വിഷയം ഉന്നയിച്ചിരുന്നത്. അന്നൊക്കെ സൈനികർ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം പുറത്തേക്ക് പറയാൻ പോലും തയ്യാറായിരുന്നില്ല. ഈ 20 എന്ന കണക്ക് പിന്നീട് വരികയാണ്. ഇതൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല. അവരുടെ കുടുംബം എങ്ങനെയായിരിക്കും അത് അനുഭവിച്ചിട്ടുണ്ടാകുക? ഈ രാജ്യസ്നേഹം പറയുമ്പോൾ നമ്മൾ ഈ അതിർത്തിയിൽ ജോലി ചെയ്യുന്ന ഏത് സൈനികൻ എങ്ങനെ മരിച്ചാലും അത് എങ്ങനെയാണ് നമ്മൾ ആ മരണത്തെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചൈനീസ് അതിർത്തിയിൽ, ഇന്ത്യ ചൈന അതിർത്തിയിൽ നിന്നും ചൈന ഇങ്ങോട്ടേക്ക് കടന്നു കയറുകയും നമ്മുടെ സൈനികരുടെ മരണത്തിനിടയാക്കുന്ന രൂപത്തിൽ കണ്ട അനാസ്ഥ, 2 മണിക്കൂർ വഹിച്ച അനാസ്ഥ, അത് തന്നെ ഞെട്ടിച്ചു എന്നാണ് നരവനെ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് പുറം ലോകം അറിയരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് പാർലമെന്റിൽ മിണ്ടാൻ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാത്തത്. അടുത്തത് വേറെയുമുണ്ടല്ലോ, എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ. എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരന്തരം വീഡിയോസ് ഇങ്ങനെ ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വ്യാജ വീഡിയോകളുമുണ്ട്, ശരിയായ വീഡിയോകൾ. നമ്മളെ ഉറങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന അടക്കമുള്ള, അത് പ്രധാനപ്പെട്ട ലോക നേതാക്കളുടെ പേരുകൾ ഉയർന്നു വരുന്നിരിക്കുന്ന വലിയ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അത് കാണുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നതാണ്. ആ എപ്സ്റ്റീനുമായി ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യം, മോദിയെ കൂടി കണക്ട് ചെയ്യുന്ന ഒരു കാര്യം, മോദി ഇസ്രയേലിൽ പോയത് ട്രംപ് പറഞ്ഞിട്ടാണ് എന്ന് ഈ എപ്സ്റ്റീൻ പറഞ്ഞിരിക്കുന്നു എന്നിടത്താണ് അത് എങ്ങനെയാണ് ആ ബന്ധം കടന്നു വരുന്നത് എന്നുള്ള സംശയം വരുന്നത്. ഇതിലൊക്കെ ഒരു ചോദ്യം ഉയരുമ്പോൾ അതിന് മറുപടി പറയണ്ടേ? മറുപടി പറയാതെ അത് അസംബന്ധം എന്ന് പറയുകയും അതിനെക്കുറിച്ച് മിണ്ടാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? അതാണ് പ്രതിപക്ഷം പ്രധാനമായും ഈ 2 വിഷയങ്ങളും ഉന്നയിക്കുന്നു. അടുത്തത് കരാറാണ്. ഇതുമായി ഒക്കെ കണക്ട് ചെയ്ത് വായിക്കേണ്ടി വരും. ഈ കരാർ ഇപ്പോൾ വലിയ വികസനം കൊണ്ടുവരുന്നതെന്നാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗിച്ചിരിക്കുന്നത്. എന്ത് വികസനമാണ്? ആ വികസനത്തെക്കുറിച്ച് ട്രംപ് പറയുമ്പോഴാണോ രാജ്യം അറിയേണ്ടത്? ട്രംപാണ് ആ വികസനവുമായി ബന്ധപ്പെട്ട, ആ കരാറുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്ത് വികസനമാണ്? ഇവിടുത്തെ കർഷകരുമായി ബന്ധപ്പെട്ട് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം നമ്മളിത് ചർച്ച ചെയ്തപ്പോൾ പിയാസുൽ അത് വിശദമായി പറഞ്ഞു. നമ്മുടെ കർഷകരെ എങ്ങനെ ബാധിക്കും? അപ്പോൾ നെൽകർഷകരെ അടക്കം ബാധിക്കാത്ത രൂപത്തിലാണ് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഇവിടേക്ക് 0 താരിഫിൽ അമേരിക്കയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇവിടേക്ക് ഡംപ് ചെയ്യാനുള്ള
ഒരു കരാറാണ് ഉണ്ടായിരിക്കുന്നത്. മറിച്ച് നമ്മുടെ അങ്ങോട്ടുള്ളത് 18%. ഇതിനു മുമ്പ് അമേരിക്കൻ മുൻ പ്രസിഡന്റുമായ കാലത്തും കരാറുകളുണ്ടല്ലോ. അതെങ്ങനെയാണ് ആ കരാറിൽ ഈ രൂപത്തിലുണ്ടായിരുന്നു? ഇതിനു മുമ്പുള്ള കരാറിൽ ഇത്രയധികം താരിഫില്ല. അന്നും 20%. പക്ഷേ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നല്ല രൂപത്തിൽ തന്നെ കരാറുകൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് മുമ്പ് കണ്ടിട്ടുള്ളത്. പക്ഷേ ട്രംപ് വന്നതിന് ശേഷമാണ് അത് 25% പിന്നീട് അത് 50% ഓരോ സമയത്തും നമ്മുടെ രാജ്യം എടുക്കുന്ന നിലപാടുകളുമായി എതിർപ്പുണ്ടാകുമ്പോൾ അതിൽ നമ്മുടെ രാജ്യത്തോട് മാത്രമല്ല വിവിധ രാജ്യങ്ങളോട് എന്താ പറയുക, അവർക്ക് എതിരെ എടുക്കുന്ന ഒരു നിലപാട് ആ രാജ്യങ്ങളെ തകർക്കാൻ അല്ലെങ്കിൽ ആ രാജ്യങ്ങൾക്കെതിരായ ഒരു നടപടി എന്ന രൂപത്തിലാണ് ഈ തീരുവ ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കെതിരെ മാത്രമല്ല വിവിധ രാജ്യങ്ങൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ട്രംപ് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്. അതിനെ വലിയ വികസന നേട്ടമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്താണ്, മുൻപ് എല്ലാ സമയത്തും നെഹ്റുവിനെ ഉദ്ധരിക്കാതെ ഒരു കാര്യം പറയാൻ പറ്റില്ല. നെഹ്റുവിന്റെ കാലത്ത് ഈ പറഞ്ഞിരിക്കുന്ന 35 കോടി ജനങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നെഹ്റു ഇന്ദിരയ്ക്ക് എഴുതിയ കത്തിൽ 35 കോടി പ്രശ്നമെന്ന് പറഞ്ഞത്രേ. അത് കഴിഞ്ഞ് അതിൽ മറുപടിയായി ഇന്ദിര പറയുമ്പോൾ അത് 57 കോടി പ്രശ്നമെന്ന് പറഞ്ഞത്രേ. പക്ഷെ ഞാനാവട്ടെ 140 കോടി പരിഹാരമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്ത് പരിഹാരമാണ്? ഈ തരത്തിൽ പ്രസംഗങ്ങളിലൂടെ തള്ളൽ മാത്രമായി ഒരു പ്രധാനമന്ത്രി മുന്നോട്ട് പോകുമ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മറുപടി പറയാണ് വേണ്ടത്. ആ മറുപടി ആഗ്രഹിക്കുന്നില്ല, പ്രതിപക്ഷ സ്വരം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇനി പ്രതിപക്ഷം അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇന്ന് മനോഹരമായ കാഴ്ച, രാഹുൽ ഗാന്ധിയെ അനുവദിക്കാത്തതിനെ കുറിച്ച് CPM-ന്റെ MP ജോൺ ബ്രിട്ടാസും സംസാരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനകത്ത് പ്രതിപക്ഷം അവിടെ ഒറ്റക്കെട്ടാണ് എന്നുള്ള കാര്യമാണ്. മമതയെ നമുക്കറിയാം, ഒരു ചരിത്രത്തിലാദ്യമായ ഒരു മുഖ്യമന്ത്രി സ്വന്തം സംസ്ഥാനത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിക്കുകയാണ്. മമതയെ നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി വാദിച്ച നേതാവായിട്ടാണ് ഇന്ന് മോദി അവിടെ പറഞ്ഞത്. അതുപോലെ ഡൽഹി സർക്കാരിനെ പറയുന്നു, മദ്യത്തിൽ കുളിച്ച ഡൽഹിയെ രക്ഷിച്ചെന്ന് പറയുന്നു. അതിനുശേഷം പല രൂപത്തിൽ വിവിധ സംസ്ഥാനങ്ങളെ, കേരള സർക്കാരിനെ കൂടി അല്ലെങ്കിൽ ഇടത് സർക്കാരുകളെ കൂടി വിമർശിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് മോദിയുടെ പ്രസംഗം പോകുന്നത്. ചോദിക്കുന്നതിന് ഉത്തരമില്ല. ചോദ്യങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉത്തരങ്ങൾ പറയുകയും മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇന്ത്യയിൽ ഇനി ചോദ്യങ്ങൾ ഉയരും എന്നുള്ളതാണ്. പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വല്ലാത്ത രൂപത്തിൽ, ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ മോദി പ്രതിരോധത്തിലാണ് എന്നുള്ളതാണ്. ആ പ്രതിരോധം മറികടക്കാൻ ഈ രൂപത്തിൽ ഈ ചർച്ച അനുവദിക്കാതെ പ്രതിപക്ഷത്തെ MP-മാരെ പുറത്താക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധത്തിലോ എന്നാണ് ചോദ്യം. പിയാസുൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. പിയാസുനിൽ, ഇന്നിപ്പോൾ ലോക്സഭയിൽ മോദി സർക്കാരിൻ്റെ കാലത്ത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇതേപോലെ പ്രധാനമന്ത്രിക്ക് പ്രതിരോധത്തിലായി ലോക്സഭയിൽ പ്രസംഗിക്കാതെ മടങ്ങേണ്ടി വന്നിട്ടില്ല. ഇതാദ്യമായി അങ്ങനെ ചെയ്യേണ്ടി വരുന്നു. രാജ്യസഭയിൽ നടന്ന പ്രസംഗത്തിലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഇൻഡോ US വ്യാപാര കരാറിനെക്കുറിച്ചോ ചൈനയുമായി ബന്ധപ്പെട്ട ഗാൽവൻ താഴ്വരയിൽ നടന്ന നരവനയുടെ വെളിപ്പെടുത്തലുകളെക്കുറിച്ചോ ഒരു തരത്തിലുള്ള പരാമർശമുണ്ട്. എപ്സ്റ്റീൻ ഫയലുകളെക്കുറിച്ചുള്ള ആരോപണങ്ങളിലോ ഒരു തരത്തിലുള്ള മറുപടിയും ഉണ്ടായില്ല. പകരം റെട്ടറിക്സിൽ, വാചോടാപത്തിൽ അഭയം കണ്ടെത്തുകയായിരുന്നു മോദി പ്രതിരോധത്തിലോ? 2024 മുതൽ മോദി സർക്കാർ പ്രതിരോധത്തിലാണ്. 2014 അധികാരത്തിലെത്തുമ്പോൾ 282 സീറ്റ് നേടിയ BJP, 2019 അധികാരത്തിലെത്തുമ്പോൾ 303 സീറ്റ് നേടിയ BJP, 2024 240 സീറ്റിലേക്ക് ചുരുങ്ങിയ BJP അന്നു മുതൽ നേടുന്ന പ്രതിസന്ധിയും പ്രതിരോധവുമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അതിനുശേഷമാണ് പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നത്. പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി. ഓപ്പറേഷൻ സിന്ദൂരിലെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിന് പിന്നാലെ SIR-മായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. രാജ്യത്ത് SIR പ്രഖ്യാപിച്ചത് വലിയ വിവാദമായി തുടരുന്നു. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്, മമതാ ബാനർജിക്ക്, നീതി തേടി പരമോന്നത കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ബെഞ്ചിന് മുന്നിൽ വന്നതെന്ന് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് ആവശ്യപ്പെടേണ്ടി വരികയാണ്. മൂന്നാമത്തെ വിഷയമാണ് എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന പുതിയ വിവാദങ്ങൾ. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ സന്ദർശിച്ചപ്പോൾ അന്ന് തൻ്റെ നിർദ്ദേശമനുസരിച്ച് ലൈംഗിക കുറ്റവാളിയും അതുപോലെ ശതകോടീശ്വരനുമായ ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്ന അമേരിക്കക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഉപദേശമനുസരിച്ച് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി മോദി അവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ വിഷയം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനെയുടെ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം എഴുതി വെക്കുന്നത് 2020 ഇന്ത്യ ചൈന സംഘർഷവുമായി ബന്ധപ്പെട്ട് അന്ന് ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ മണ്ണിലേക്ക് നീങ്ങിയപ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ശക്തമായ നടപടിയെടുക്കാൻ, ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഒരു രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിൽ നരേന്ദ്രമോദിക്ക് സാധിച്ചില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വിവാദം. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഈ രാജ്യം
ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, പക്ഷേ ഒരു ഉത്തരവുമില്ല എന്നതാണ്. പക്ഷേ ഇന്ന് വളരെ തന്ത്രപരമായ ഒരു സമീപനവുമായി നരേന്ദ്രമോദി മാറുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം എന്താണെന്ന് മോദി രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്, എൻ്റെ ജീവന് വേണ്ടി കോൺഗ്രസ് ദാഹിക്കുന്നു എന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവന് വേണ്ടി കോൺഗ്രസ് ദാഹിക്കുന്നു എന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപായപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നാണ്. തന്നെ അപായപ്പെടുത്താൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നാണ് ഇന്ന് മോദി കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു നറേഷൻ എന്ന് പറയുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ചായക്കാരനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അന്ന് രാജ്യത്ത് വലിയ ചർച്ചയായിരുന്നു ആ വിഷയം. ഒരു ചായക്കാരൻ എന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ എന്നാണ് അന്ന് ചോദിച്ചത്. അത് വലിയ ക്യാമ്പയിനാക്കി മോദിക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു. അന്ന് അങ്ങനെ പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് പിടിച്ച മോദിക്ക് ഇന്ന് ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായി ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നീക്കം നടത്തേണ്ടി വരുന്നു. അത് തൻ്റെ ജീവന് വേണ്ടി പ്രതിപക്ഷം ദാഹിക്കുകയാണ്, പ്രതിപക്ഷം തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇന്ന് സ്പീക്കർ ഓം ബിർള ലോക്സഭയിൽ വന്നിരുന്ന് പറയുകയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാർലമെന്റിൽ ആക്രമിക്കാൻ കോൺഗ്രസിന്റെ വനിതാ MP-മാർ തീരുമാനിച്ചിരുന്നു. അവർ ആക്രമണം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിന് സമീപത്ത് നിരന്നു നിന്നു. വനിതാ MP-മാരുടെ പേരടക്കമാണ് സ്പീക്കർ ഓം ബിർള എന്ന് ലോക്സഭയിൽ പ്രഖ്യാപിക്കുന്നത്. എന്തൊരു നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കൂ. അതായത് പാർലമെന്റിന്റെ നടുത്തളത്തിൽ, ലോക്സഭയുടെ നടുത്തളത്തിൽ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി. അതെന്തിനായിരുന്നു? MM നരവനെയുടെ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഭരണപക്ഷം വളരെ ശക്തമായി എതിർത്തു. അച്ചടിക്കാത്ത പുസ്തകത്തിലെ ഭാഗങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനാകില്ല, അതാണ് ലോക്സഭയിലെ ചട്ടം 349 ഒക്കെ ചൂണ്ടിക്കാണിച്ച് അതിനെ ഭരണപക്ഷം പ്രതിരോധിച്ചു. പക്ഷേ ചട്ടപ്രകാരം യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിക്കാം. അത് ഉന്നയിക്കുന്ന അംഗത്തിന് അതിൽ ഉറപ്പുണ്ടായാൽ മാത്രം മതി. അത് പറഞ്ഞിട്ട് പോലും രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല. പിന്നീട് രാജ്യസഭയിൽ ചർച്ച നടന്നില്ല. ചർച്ചയില്ലാതെ പ്രധാനമന്ത്രി പ്രസംഗിക്കാൻ വരികയാണ്. അതായത് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ഉള്ള നന്ദി പ്രമേയ ചർച്ച ലോക്സഭയിൽ നടന്നിട്ടേയില്ല. അങ്ങനെ നടക്കാത്തൊരു ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മറുപടി പറയാൻ ലോക്സഭയിലേക്ക് വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ലോക്സഭയിൽ ഇന്ന് വന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറയുകയാണ്, പാർലമെന്റിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ കോൺഗ്രസിന്റെ വനിതാ MP-മാർ അദ്ദേഹത്തെ ആക്രമിക്കും, അതുകൊണ്ട് താൻ പറഞ്ഞു പ്രധാനമന്ത്രിയോട് സഭയിലേക്ക് വരേണ്ടതില്ല എന്ന്. ഞാൻ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നടത്തിയൊരു പ്രസംഗത്തിൽ ഒരു കാര്യം പറഞ്ഞു. രാജ്യത്തെ കർഷകർക്ക് വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നത്, രാജ്യത്തെ കർഷകർക്ക് വേണ്ടി ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്, കർഷകരെ സഹായിക്കും എന്നൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ ആവർത്തിച്ച് നടത്തി. ഇന്ന് പ്രധാനമന്ത്രി രാജ്യസഭയിൽ സംസാരിച്ചപ്പോഴും പറഞ്ഞു, രാജ്യത്ത് 10 കോടി ചെറുകിട കർഷകരാണ്, 2 ഏക്കറിൽ താഴെ ഭൂമിയുള്ളവരാണ്. കഴിഞ്ഞ തൻ്റെ സർക്കാരുകളുടെ കാലത്ത് 4 ലക്ഷം കോടി രൂപയാണ് ഈ കർഷകർക്ക് നൽകിയത് എന്ന് പ്രധാനമന്ത്രി മോദി ഇന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതേ മോദിയാണ് കഴിഞ്ഞ ഒന്നാം NDA സർക്കാരിൻ്റെ കാലത്താണ് കർഷകർക്ക് 6000 രൂപ പ്രതിവർഷ സഹായം, പ്രതിവർഷമാണ്, ഒരു വർഷം 6000 രൂപ സഹായം കൊടുക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചത്. ഇന്ന് വരെ ആ ഒരു PM കിസാൻ പദ്ധതിയിൽ ഒരു പൈസ പോലും കർഷകർക്ക് കൂട്ടിക്കൊടുത്തിട്ടില്ല. അപ്പോൾ 10 കോടി ചെറുകിട കർഷകരുണ്ട്. ആ കർഷകർക്ക് കഴിഞ്ഞ എത്രയോ വർഷമായി ഈ 6000 രൂപയാണ് ഒരു വർഷം കിട്ടുന്നത്. അപ്പോഴാണ് നമ്മൾ അമേരിക്കയുമായി ഇപ്പോൾ ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ ഒപ്പിടുന്നത്, യൂറോപ്യൻ യൂണിയനുമായി വ്യാപാര കരാർ ഒപ്പിടുന്നത്, അമേരിക്കയിൽ നിന്ന് ഇനി കാർഷിക ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ക്ഷീര ഉൽപ്പന്നങ്ങളുമൊക്കെ ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത്, പാൽ ഉൽപ്പന്നങ്ങളൊക്കെ എത്താൻ പോകുന്നത്. എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഇതിൽ ഉൾപ്പെടില്ല, എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഇതിൽ സംരക്ഷിക്കും? വലിയ ചോദ്യമാണിത് കാർഷിക രംഗത്ത്. കർഷകരെല്ലാവരും വലിയ ആശങ്കയിലാണ്. കാരണം കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാൻ പോകുന്നത് ആർക്കും ഒന്നും അറിയില്ല. ഇന്ന് പീയൂഷ് ഗോയൽ വീണ്ടും മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല. ഈ കരാർ എന്ന് പറയുന്നത് ജനങ്ങൾക്കെതിരല്ല, ഈ കരാർ എന്ന് പറയുന്നത് കർഷകർക്കെതിരല്ല, ഇത് രാജ്യത്തെ വലിയ തോതിൽ വികസനത്തിലേക്ക് നയിക്കും എന്നൊക്കെ പീയൂഷ് ഗോയൽ പറയുന്നുണ്ട്. പക്ഷേ ഈ കരാറിൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഒഴിവാക്കുന്നത്, എന്തൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് സംരക്ഷണം കിട്ടും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഒരു വർഷം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണല്ലോ ഈ ഒരു വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വീണ്ടും ആരംഭിക്കുന്നത്.
അപ്പോൾ അതിനുശേഷമാണ് അമേരിക്ക 25% താരിഫ് ആദ്യമായി ഇന്ത്യക്ക് മേൽ ചുമത്തുന്നത് ഓർക്കണം. അതിനുശേഷമാണ് പിന്നീട് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്ന് ആരോപിച്ച് വീണ്ടും 25% താരിഫ് ചുമത്തുന്നതെന്ന് ഓർക്കണം. പക്ഷേ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ബേസ് എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിച്ചൊരു നിലപാടായിരുന്നു. അത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഡയറി ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ, പാലുൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കണം എന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ആവശ്യം അംഗീകരിക്കാത്തതുകൊണ്ടായിരുന്നു. പെട്ടെന്ന് എന്താണ് ഒരു മാറ്റം ഉണ്ടായത്? നമുക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതാ വലിയൊരു മാറ്റമുണ്ടാകുന്നു. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറായി എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. മോദി താങ്ക്സ് പറയുന്നു. പീയൂഷ് ഗോയൽ പിന്നീട് ഓൺലൈൻ വഴി ഈ കരാറായി എന്ന് പറയുന്നു. പിന്നെ വലിയ സമ്മർദ്ദത്തിനൊടുവിൽ പാർലമെൻറ്റിൽ വന്ന് പ്രഖ്യാപിക്കുന്നു. ഒരു പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു കരാറുണ്ടായി എന്നത് മറ്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം പരാജയമാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വലിയ പരാജയം ഇവിടെയുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വലിയൊരു നിലപാടില്ലായ്മ എന്താ പറയുക, അത് ആ രീതിയിൽ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ തന്നെ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ നിലപാട് തന്നെ, അല്ലെങ്കിൽ രാഷ്ട്രീയ ശക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഏതായാലും ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കർഷകരായാലും തൊഴിലാളികളായാലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ റോക്കറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു, നമ്മൾ മറ്റേ ആണവ നിലയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതൊക്കെ സംസാരിക്കുമ്പോഴും നമ്മുടെ അടിസ്ഥാന വർഗം എന്ന് പറയുന്നത് കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഒക്കെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും കുടിയേറ്റ തൊഴിലാളികളുടെയും എണ്ണം എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. 5 ലക്ഷം പേരാണ് ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ 11 വർഷത്തിനുള്ളിലാണെന്ന് ഓർക്കണം. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ കഴിഞ്ഞ 2014 ശേഷം 2024 വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും എണ്ണം 1.5 ലക്ഷമാണ്. 1.5 ലക്ഷം. ഓർത്തു നോക്കുക എത്രത്തോളം ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോഴാണ് നമ്മൾ അമേരിക്കയുമായി ഒരു വ്യാപാര കരാർ ഒപ്പിടുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾ ഇനി അമേരിക്കയിൽ നിന്ന് വരാൻ പോകുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ $43 ബില്യൺ ഇറക്കുമതിയാണ് അമേരിക്കയിൽ നിന്ന് നടത്തുന്നത്. $500 ബില്യൺ ഇറക്കുമതി ഇനി അമേരിക്കയിൽ നിന്ന് ഇന്ത്യ നടത്തും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് 5 വർഷം കൊണ്ട്. എന്ന് വെച്ചാൽ മുട്ടുസൂചി മുതൽ റോക്കറ്റ് വരെ അമേരിക്കയിൽ നിന്ന് വരും എന്നർത്ഥം. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഭാരത് ഇന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ടല്ലോ. നമ്മൾ ഇനി മേക്ക് ഇൻ ഇന്ത്യ ആകാൻ പോകുന്നു, മേക്ക് ഇൻ ഭാരത് ആകാൻ പോകുന്നു എന്ന് പ്രധാനമന്ത്രി പാർലമെന്റിൽ പറയുകയാണ്. യുവാക്കൾക്ക് വലിയ സാധ്യതകൾ വരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ എന്താണ് സംഭവിക്കുക? ഇവിടെ മെയ്ഡ് ഇൻ അമേരിക്ക എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളായിരിക്കും നമ്മുടെ വിപണി നിറയാൻ പോകുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടി ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചോദ്യം മറുപടിയില്ല. എം നരവനെ ഇന്ത്യ ചൈന സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ശക്തമായ തീരുമാനമെടുത്തില്ല, നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്യൂ എന്ന് സൈന്യത്തോട് പറഞ്ഞു എന്നതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യങ്ങൾ, SIRുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ, ഒരു മുഖ്യമന്ത്രിക്ക് സുപ്രീം കോടതിയിൽ വന്ന് സ്വയം കേസ് വാദിക്കേണ്ടി വന്ന, നീതി തേടി വരേണ്ടി വന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിൽ പോയി ഡൊണാൾഡ് ട്രംപിന് വേണ്ടി എന്ത് ചെയ്തു? അതാ വീണ്ടും മോദി ഈ മാസം അവസാനം ഇസ്രയേലിലേക്ക് പോകാൻ പോകുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ഈ വിഷയങ്ങളിലൊക്കെ രാഷ്ട്രീയമായി വലിയ പ്രതിരോധത്തിലാണ്. ആ പ്രതിരോധം മറികടക്കാനാണ് ഇപ്പോൾ 2014 ഉപയോഗിച്ച ചായക്കാരൻ പ്രചരണം പോലെ തന്നെ വകവരുത്താൻ ശ്രമിക്കുന്നു. തൻ്റെ ജീവന് വേണ്ടി കോൺഗ്രസ് ദാഹിക്കുന്നു, പ്രതിപക്ഷം ദാഹിക്കുന്നു, തന്നെ അപായപ്പെടുത്താൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ സഹതാപം പിടിച്ചുപറ്റി ഈ വലിയ പ്രതിസന്ധികളെ മറികടക്കാനും അത് മൂടിവെക്കാനും പുകമറ സൃഷ്ടിക്കാനുമുള്ള നീക്കം മോദി നടത്തുന്നത്. അതാണ് ഇന്ന് 1.5 മണിക്കൂർ നീണ്ട മോദിയുടെ രാജ്യസഭയിലെ പ്രസംഗത്തിൽ നമുക്ക് മൊത്തത്തിൽ ആ പ്രസംഗം നിരീക്ഷിച്ചാൽ മനസ്സിലാവുക. താങ്ക് യു. മോദി പ്രതിരോധത്തിലാണോ എന്നുള്ളതാണ് ചോദ്യം. മോദി പ്രതിരോധത്തിലാണെന്ന് മാത്രമല്ല, മോദി ഓടി ഒളിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ പ്രസംഗത്തിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും BJP സർക്കാരിൻ്റെ പ്രതിരോധത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ത്രികോണ പ്രതിരോധത്തിലാണ് മോദി ഇന്ന് നടത്തിയ പ്രസംഗം യഥാർത്ഥത്തിൽ എന്താ? ഖർഗെ ചോദിച്ച 3 ചോദ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ? ചോദ്യം 1, ഏതെങ്കിലും സമ്മർദ്ദത്തിന് വഴിപ്പെട്ട് അമേരിക്കയുമായി നമ്മൾ വ്യാപാര കരാറിൽ ഒപ്പിട്ട് അമേരിക്കയ്ക്ക് അനുകൂലമായ തരത്തിൽ നമ്മൾ ഇളവുകൾ നൽകിയിട്ടുണ്ടോ? എന്തെങ്കിലും ഈ നിമിഷം വരെയും ഒരു മറുപടി പറഞ്ഞോ? ചോദ്യം നമ്പർ 2, കർഷകർ സുരക്ഷിതരാണോ? കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അവ ഇറക്കുമതി ചെയ്യുമ്പോൾ അവയ്ക്ക് 0 നികുതിയാക്കി മാറ്റിയിട്ടുണ്ടോ? ചോദ്യത്തിന് ഏതെങ്കിലും ഒരു മന്ത്രി ഇതുവരെയും ഉത്തരം പറഞ്ഞോ?
മൂന്നാമത്തത് നമ്മളുടെ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യം തന്നെ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തി എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനൊരു തീരുമാനം ഇന്ത്യക്ക് വേണ്ടി ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ശരിയാണോ? ഈ 3 ചോദ്യങ്ങളാണ് ഖാർഗെ ചോദിച്ചത്. ഈ 3 ചോദ്യത്തിനും ഉത്തരം ഇന്ന് നൽകിയിട്ടില്ല. കൂടാതെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ച നരവനെയുടെ പുസ്തകം ഉയർത്തിക്കാട്ടി, രാഷ്ട്രീയമായിട്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിന്നില്ലേ? ചൈനയുടെ ടാങ്കുകൾ ഇന്ത്യയെ ആക്രമിക്കുന്ന സമയത്ത് 2020 ഓഗസ്റ്റിൽ അത് കരസേന മേധാവിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞോ? മറുപടി പറഞ്ഞില്ല. എപ്സ്റ്റെയിൻ ഫയലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാക്കിൽ മറുപടി പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചോ? സാധിച്ചില്ല. പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താ ശ്രമിച്ചത്? ഇരവാദമുയർത്തി, അപരവിദ്വേഷമുയർത്തി, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തി, വാചോടാപത്തിൻ്റെ റെട്ടറിക്കിൻ്റെ പുകമറയിൽ ഒളിച്ചിരുന്നു പതിവ് പോലെ. അതിനുശേഷം ലോക്സഭയിൽ പ്രസംഗിക്കാൻ കഴിയാതെ മോദി ഇതാദ്യമായി പ്രതിരോധത്തിലാകുന്നതും നമ്മൾ കണ്ടു. ഇന്നാണ് ശരിക്കും മോദിയുടെ കഴിഞ്ഞ 12 വർഷത്തിലെ ഏറ്റവും ശക്തമായ പ്രതിപക്ഷത്തിൻ്റെ ചൂട് മോദി മനസ്സിലാക്കിയത്. അത് മോദിക്ക് വാക്കുകൾ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള വികാരമായിരുന്നു ലോക്സഭയിൽ നമ്മൾ കണ്ടത്, രാജ്യസഭയിൽ നമ്മൾ കേട്ടത്. ഒടുവിൽ ലോക്സഭയിൽ നിന്ന് ഓടി രാജ്യസഭയിലെത്തി. അവിടെ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ മൗനത്തിൽ ഒളിക്കുകയാണ് ചെയ്യുന്നത്. അതും ചില പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട്. എന്താണെന്ന് പ്രധാനമന്ത്രി പറയുന്നത്? എന്താണ് പ്രധാനപ്പെട്ട ഇരവാദം? രാഹുൽ ഗാന്ധി പ്രസിഡന്റിനെയും ആദിവാസി വിഭാഗങ്ങളെയും ഒക്കെ ആക്ഷേപിച്ചു അത്രേ, ഭരണഘടനയെ ആക്ഷേപിച്ചു അത്രേ. ഈ ഭരണഘടന സ്വന്തം ഹൃദയത്തിലേക്ക് ചേർത്തു പിടിച്ച് ഒരു മനുഷ്യൻ ഇന്ത്യയുടെ അതിർത്തിയിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ യാത്രയുണ്ട്. ആ മനുഷ്യൻ്റെ പേരാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി ഇന്ത്യയുടെ കരസേനാ മേധാവി, മുൻ മേധാവിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മോദി ഇരവാദത്തിൽ അഭയം പ്രാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2, അപരവിദ്വേഷത്തിൻ്റെ നമ്പർ ഇറക്കി മോദി. എന്താ അപരവിദ്വേഷത്തിൻ്റെ നമ്പർ? ബിട്ടുവുമായിട്ട് രവനീത് സിംഗ് ബിട്ടുവിനെ രാഹുൽ ഗാന്ധി ചതിയൻ, ട്രൈറ്റർ എന്ന് വിശേഷിപ്പിച്ചു. എപ്പോഴാണ് രാജ്യദ്രോഹി എന്ന് വിശേഷിപ്പിക്കുന്ന ഘട്ടത്തിൽ ചതിയൻ, ട്രൈറ്റർ എന്ന് വിശേഷിപ്പിച്ചു. ഈ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ ഒരു പുലർച്ചെ മറ്റൊരു പാർട്ടിയിലേക്ക് പോയി ഈ പാർട്ടിയെയും പാർട്ടിയുടെ ആശയങ്ങളെയും ഒറ്റിക്കൊടുത്തയാളാണ്, രാജ്യത്തിൻ്റെ ആശയങ്ങളെ ഒറ്റിക്കൊടുത്തയാളാണെന്ന അർത്ഥത്തിലാണ് ഈ ബിട്ടുവിനെ വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാ പ്രധാനമന്ത്രി അതിനെ ഇക്വേറ്റ് ചെയ്യുന്നത്, അതിനെ ബന്ധിപ്പിക്കുന്നത്? സിഖ് കലാപവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. സിഖ് എന്ന് കേട്ടാൽ കോൺഗ്രസിന് ഇപ്പോഴും അപരവിദ്വേഷമാണത്രേ, വിദ്വേഷം നിറഞ്ഞു നിൽക്കുന്നു അത്രേ സിഖുകാരനോട്. സിഖുകാരനോടുള്ള വിദ്വേഷമായിരുന്നില്ല. ഈ ഓർമ്മിക്കണം, ഇന്ത്യ രാജ്യത്ത് ഒരു സിഖ് നേതാവിനെ പ്രധാനമന്ത്രിയാക്കി, അതും രാജ്യസഭയിൽ നിന്ന് പ്രധാനമന്ത്രിയാക്കി, തുടർച്ചയായി 2 തവണ പ്രധാനമന്ത്രിയാക്കിയ ഒരേ ഒരു പാർട്ടിയുള്ളൂ. ആ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. ആ പ്രധാനമന്ത്രിയുടെ പേര് മൻമോഹൻ സിംഗ് എന്നാണ്. ആ മൻമോഹൻ സിംഗിൻ്റെ ഒരൊറ്റ വാക്കിൽ തകർന്നു പോയില്ലേ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പടുത്തുയർത്തിയ പ്രതിരോധം? സിസ്റ്റമാറ്റിക് പ്ലൻറ്റ് ലൂട്ടിംഗ് എന്ന് പറഞ്ഞ ഒറ്റ വാചകത്തിൽ തകർന്നു പോയില്ലേ? അതുകൊണ്ട് സിഖുകാരോടുള്ള കോൺഗ്രസിൻ്റെ വിദ്വേഷത്തെക്കുറിച്ച് പറയാൻ മോദി ആളായിട്ടില്ല. മൂന്നാമത്തെ കാര്യം, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പുസ്തകം നോക്കൂ. ഏത് 349 ഉപയോഗിച്ചുകൊണ്ട് മുൻ കരസേന മേധാവിയുടെ പുസ്തകം സഭയിൽ ഉദ്ധരിക്കരുതെന്ന് പറഞ്ഞ സ്പീക്കർ ആ സമയത്ത് നിശബ്ദനായി നിൽക്കുകയും ഭരണകക്ഷിയിൽപ്പെട്ട നിഷികാന്ത് ദുബെ ഒരു പുസ്തകവുമായിട്ട് വരികയാണ്. എഡ്വിൻ ആൻഡ് നെഹ്റു എന്ന പുസ്തകവുമായിട്ട് വന്ന് നെഹ്റുവിൻ്റെ സദാചാരത്തെ അളക്കാൻ വേണ്ടി വരുന്നു. തീർന്നില്ല. നെഹ്റുവിനെക്കുറിച്ചും ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും എത്രയെത്ര അവാസ്തവങ്ങളാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയുമോ? 35 കോടി മനുഷ്യർ ഈ നാട്ടിൽ ജീവിച്ചിരുന്നത് പ്രശ്നമാണെന്ന് പറഞ്ഞു അത്രേ നെഹ്റു. 57 കോടി മനുഷ്യന് പ്രശ്നമാണെന്ന് പറഞ്ഞുവത്രേ ഇന്ദിരാഗാന്ധി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യയിലെ ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി, ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം നേർവഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എത്രയെത്ര ദേശീയ സ്ഥാപനങ്ങൾക്കാണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തുടക്കം കുറിച്ചത്. എല്ലാ പ്രസ്ഥാനങ്ങളെയും പിന്നീട് വന്ന നരേന്ദ്രമോദി തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ചയില്ലേ കണ്ടത്? എവിടെ? പ്ലാനിംഗ് കമ്മീഷൻ മുതൽ ഇങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് പറയാം. ശാസ്ത്രം കൊണ്ടാണ് പട്ടിണി മാറ്റേണ്ടതെന്ന് പറയുന്ന മനുഷ്യന് പകരം നിങ്ങൾ ഗോമൂത്രം കൊണ്ട് പട്ടിണി മാറ്റാൻ ഇറങ്ങിത്തിരിക്കുകയല്ലേ? പ്രാണപ്രതിഷ്ഠയ്ക്ക് നടക്കുന്ന ഒരു പ്രധാനമന്ത്രി മറുഭാഗത്തെ ശാസ്ത്രജ്ഞന്മാരുമായി കൂടിയാലോചിച്ച് ഹരിത വിപ്ലവം അടക്കമുള്ള പദ്ധതികളിലൂടെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ പോകുന്ന പ്രധാനമന്ത്രി. അങ്ങനെ എത്രയെത്ര കമ്പാരിസൺസ് സാധ്യമാണ്. അതുകൊണ്ട് ഇന്ന് മോദി അവാസ്തവമായ കുപ്രചരണങ്ങൾ നടത്തി, അപരവിദ്വേഷത്തിൻ്റെതായിട്ടുള്ള പുകമറയൊരുക്കി, ഇരവാദത്തിൻ്റെ മറയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. ഇനി ഏറ്റവും ശ്രദ്ധേയമായി നോക്കൂ, ഈ നരേന്ദ്രമോദി ത്രികോണ പ്രതിരോധത്തിലാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ത്രികോണ പ്രതിരോധത്തിൽ നരേന്ദ്രമോദി വരുന്നത്? ഒന്ന്, ഏകപക്ഷീയമായ വ്യാപാര കരാറല്ലേ അത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അമേരിക്കയ്ക്ക് മാത്രം അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കാർഷിക മേഖലയെ പൂർണ്ണമായും തകർത്തെറിയുന്ന രീതിയിലുള്ള ഒരു നികുതി ഘടന കൊണ്ടുവന്നുകൊണ്ടാണ് അമേരിക്കയുമായിട്ട് ഇന്ത്യ വ്യാപാര കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ പറയുന്നതല്ല. പീയൂഷ് ഗോയൽ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യവും ഇതുവരെ വ്യക്തമായിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നതിൽ നിന്ന് ഒരു കാര്യവും വ്യക്തമായിട്ടില്ല. ആ കരാറിൻ്റെ ഉള്ളടക്കം എന്താ
നമുക്കറിയില്ല. നമുക്കറിയാവുന്നത് ആകെ മൂന്ന് പേരുടെ പ്രതികരണങ്ങളാണ്. ഒന്ന്, അമേരിക്കയുടെ കാർഷിക സെക്രട്ടറി ബ്രൂക്ക് റോളിൻസ്. എന്താ ബ്രൂക്ക് റോളിൻസ് പറയുന്നത്? അമേരിക്കയിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ വിപണി കണ്ടെത്താൻ പോകുന്നു എന്നത് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. പറയുന്നത് അമേരിക്കയിലെ കൃഷി മന്ത്രിയാണ്, അവിടെ സെക്രട്ടറി ഓഫ് അഗ്രികൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. 2, കരോളിൻ ലെവിറ്റ് വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറിയാണ്. ഈ കരാർ അമേരിക്കയ്ക്ക് താല്പര്യമേകുന്നതാണ്, ആഘോഷിക്കേണ്ടതാണെന്നാണ് പറയുന്നത്. ഇനി ജെമിസെറ്റ് ഗ്രീൻ വ്യാപാര പ്രതിനിധിയാണ്. അദ്ദേഹം പറയുന്നത് എന്താ? പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തീരുവ പൂർണ്ണമായിട്ടും ഇന്ത്യ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് പഴവും പച്ചക്കറിയും ഇന്ത്യയിലേക്ക് യഥേഷ്ടം കൊണ്ടുവരാമെന്ന നിലയിലേക്ക് മാറ്റിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനൊരു കണക്ക് പറയാം. ഈ പച്ചക്കറികൾക്ക്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ വിപണി തുറന്നു കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച്, ദുരന്തത്തെക്കുറിച്ച് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വിദർഭ റീജിയനിൽ എത്ര മരണം സംഭവിച്ചുവെന്നും അതിന് തൊട്ടു മുമ്പുള്ള കാലയളവുമായിട്ടുള്ളൊരു കമ്പാരിസൺ ഉണ്ട്. ആ കമ്പാരിസൺ ഞെട്ടിക്കുന്ന കമ്പാരിസണാണ്. 2004 മുതൽ 2014 വരെ UPയുടെ ഭരണകാലത്ത് വിദർഭയിൽ കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അന്ന് 9671 കർഷകരാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ 2015 മുതൽ 23 വരെയുള്ള 8 വർഷം കൊണ്ട് 10122 കർഷകർ ആത്മഹത്യ ചെയ്തു. ഓർമ്മിക്കണം, 879 കർഷകർ ഒരു വർഷം ആത്മഹത്യ ചെയ്തു UPA സർക്കാരിൻ്റെ കാലത്തെങ്കിൽ അത് 1125 കർഷകരായിട്ട് മാറി പ്രതിവർഷം വിദർഭയിൽ മാത്രം. ഇന്ത്യ രാജ്യത്തെ കണക്കെടുത്താൽ മോദി സർക്കാരിൻ്റെ ആദ്യത്തെ 8 വർഷം 1,00,000-ലധികം കർഷകർ ആത്മഹത്യ ചെയ്ത നാടാണ് ഇന്ത്യ. ആ നാട്ടിലേക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്ന രീതിയിൽ അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണമായിട്ടും നികുതി ഇളവ് നൽകി ഇറക്കുമതി ചെയ്യുന്നുണ്ടോ? മോദി മിണ്ടിയോ ഒരക്ഷരം? പീയൂഷ് ഗോയൽ മിണ്ടിയോ ഒരക്ഷരം? ഇന്ത്യയിലെ കൃഷി വകുപ്പ് മന്ത്രി മിണ്ടിയോ ഒരക്ഷരം? മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഒരു കാര്യം കൂടി ഞാൻ പറയാം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒളിച്ചു കടത്തുന്നത് ഇതാദ്യമായിട്ടല്ല. എത്രയോ തവണ കാർഷികോൽപ്പന്നങ്ങളുടെ നികുതി വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ന്യൂസിലൻഡിൽ നിന്ന് ആപ്പിൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ന്യൂസിലൻഡിൽ വേണ്ടി ആപ്പിൾ ഇറക്കുമതി ചെയ്യുമ്പോൾ പറഞ്ഞു, ആപ്പിൾ കർഷകരെ നിരാശപ്പെടേണ്ട, നികുതി കുറവ് ചെയ്യില്ല. പിന്നീട് രഹസ്യമായി 25% കുറവ് ചെയ്തു കൊടുത്തു ന്യൂസിലൻഡിൽ നിന്ന് വരുന്ന ആപ്പിളിന് വേണ്ടിയിട്ട്. അമേരിക്കയിലെ വാൽനട്ട്, ബദാം പ്രോഡക്ട്സിന് ആദ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞു. രഹസ്യമായി ആരും അറിയാതെ നികുതി ഇളവ് ചെയ്ത സംവിധാനം ഉണ്ടാവുന്നു. ASEAN കരാർ പോലും ലംഘിച്ചുകൊണ്ട് പാം ഓയിലിന് നികുതി ഇളവ് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രഹസ്യ കരാറുകളിൽ ഏർപ്പെടുക. അമേരിക്കയുമായി എന്ത് രഹസ്യ കരാറാണ് നമ്മുടെ പ്രധാനമന്ത്രിക്കുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ടല്ലോ, ഈ കരാറിലെ വ്യാപാര മിച്ചത്തെക്കുറിച്ച് ഇന്നിപ്പോൾ ധാരാളം പറയുന്നുണ്ട്. വ്യാപാര മിച്ചം ഉണ്ടാകുമ്പോൾ ഇന്ത്യക്ക് ഗുണകരമാകാൻ പോകുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇപ്പോൾ നമുക്ക് വ്യാപാര കരാറുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ 3.69 ലക്ഷം കോടി രൂപ ഇപ്പോൾ ട്രേഡ് സർപ്ലസ് ഉള്ള, വ്യാപാര മിച്ചമുള്ള നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന 50,000 കോടി US$ന്റെ ഇറക്കുമതി നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ വ്യാപാര മിച്ചത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുമോ, ഈ വ്യാപാര യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ടാക്സിൻ്റെ കമ്പാരിസൺ നോക്കിയാൽ മനസ്സിലാവും. ശരാശരി 2.5% ആയിരുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലുള്ള നികുതി, അഥവാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്ക ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട നമ്മുടെ എക്സ്പോർട്ട് ഡ്യൂട്ടി. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ അറിയണം, അതിനുശേഷം പിന്നീട് 5 മുതൽ 10% വരെ ആവുന്നു. ഇപ്പോൾ വ്യാപാര യുദ്ധത്തിന് മുമ്പ് ശരാശരി 5 മുതൽ 15% വരെ ആയിരുന്നത് ഇപ്പോൾ 18% ഉയരുന്നു. അപ്പോൾ 2.5% ആവറേജിൽ നിന്ന് 5 മുതൽ 15% വരെ, അതിനുശേഷം വീണ്ടും വ്യാപാര യുദ്ധത്തിന് ശേഷം 18% വരെ. എന്നാൽ മറുഭാഗത്തോ ഇന്ത്യ പൂർണ്ണമായിട്ടും അമേരിക്കയ്ക്ക് വേണ്ടി വിപണി തുറന്നുകൊടുത്ത് അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 0% നികുതിയായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് അനീതിയാണെന്നാണ് ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ പറയാണ്, ബംഗ്ലാദേശിനും പാകിസ്ഥാനേക്കാളും കൂടുതലാണ്, കുറവല്ലേ നമ്മൾക്ക് ചുമത്തിയിരിക്കുന്ന നികുതി? ബംഗ്ലാദേശിനും പാകിസ്ഥാനും എത്ര? 19%. നമുക്കെത്ര? 18%. പക്ഷേ മോദി ഒരു കാൽക്കുലേഷൻ മറന്നുപോയി. എന്താ കാൽക്കുലേഷൻ? പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉൽപ്പാദന ചെലവ് ഇന്ത്യ അപേക്ഷിച്ച് 30% കുറവാണ്. 30% ഉൽപ്പാദന ചെലവ് കുറവുള്ള രാജ്യത്തിന് 1% മാത്രം വ്യത്യാസം എന്ന് പറഞ്ഞാൽ അപ്പോഴേയും 29% ലാഭം പാകിസ്ഥാനും ബംഗ്ലാദേശിനുമാണ്. ഈ കണക്കുകളാണ് ഇന്ന് നരേന്ദ്രമോദിയും മോദിക്ക് വേണ്ടി സർക്കാരും അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അങ്ങേയറ്റം പരിഹാസ്യമായ രീതിയിലായിരുന്നു പ്രതിരോധം. രണ്ടാമത്തെ ചോദ്യം, എവിടെ ദേശീയതയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട അവകാശവാദങ്ങൾ എല്ലാം പൊളിഞ്ഞു പാളീസായി വീഴുന്നത് കണ്ടില്ലേ? എവിടെ നരവനയുടെ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ശക്തമായ ചെറുത്തുനിൽപ്പിൽ നിങ്ങൾക്ക് ഉചിതമായ സമയത്ത് ഉചിതമായത് ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞ് ചൈനയുടെ മിലിറ്ററി ടാങ്കുകൾ ഇന്ത്യയെ ലക്ഷ്യമാക്കി വരുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ കരസേനാ മേധാവിയെ അസന്ദിഗ്ധാവസ്ഥയിലാക്കിയ
ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുപോയ, സ്വന്തം രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയ പ്രധാനമന്ത്രിയാണ് എന്ന വിമർശനത്തിലാണ്, ആ വിമർശനത്തിൻ്റെ മുറിവേറ്റ് നിൽക്കുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. മൂന്നാമത്തെ ഒരു ഭാഗം കൂടിയുണ്ട്, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എപ്സ്റ്റൈൻ ഫയലുകളെക്കുറിച്ച് എന്തെങ്കിലും നരേന്ദ്രമോദി മിണ്ടിയോ? നാണക്കേടായി നിൽക്കുകയല്ലേ? കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി 36-ലധികം വരുന്ന പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ലൈംഗിക വൃത്തിക്ക് ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിലും അതിലധികം പെൺകുട്ടികളെ പ്രമുഖർക്ക് കാഴ്ചവെച്ചു എന്നതിൻ്റെ പേരിലും ലൈംഗിക കുറ്റവാളിയായി 2019 വരെ ജയിലിലടച്ച് ഒടുവിൽ ആത്മഹത്യ ചെയ്ത് ദുരൂഹമായിട്ട് കൊല്ലപ്പെട്ട ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഫയലുകളിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരെങ്ങനെ വന്നു? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഈ ജെഫ്രി എപ്സ്റ്റീനെ മായിട്ട് നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു വിഷ്യസ് ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞപ്പോൾ അതിൽ അനംബാനിയുടെ പേരും കൂടി ചേർക്കണം, എങ്കിലാണ് ആ ബന്ധത്തിൻ്റെ ചിത്രം വ്യക്തമാവുക. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. 2017 ജൂലൈ മാസത്തിൽ ഈ നമ്മുടെ നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശനം നടത്തിയതാണല്ലോ ആദ്യം പുറത്തു വന്നത്. അതുമാത്രമല്ല, നരേന്ദ്രമോദിയുമായി ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള സൗഹൃദം, മൈ ഫ്രണ്ട് എന്ന് വിളിക്കത്തക്ക രീതിയിലുള്ള സൗഹൃദം എങ്ങനെ വളർന്നു എന്നുള്ളതിനെക്കുറിച്ച് കൂടിയുള്ള ഡീറ്റെയിലിംഗ് ഈ ഫയലുകളിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? അനിൽ അംബാനി മോദിക്ക് വേണ്ടിയിട്ട് എപ്സ്റ്റീനുമായിട്ട് ബന്ധപ്പെടുന്നു. എപ്സ്റ്റീൻ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ആ ബന്ധത്തെക്കുറിച്ചുള്ള ഫയലുകളാണ് പുറത്തു വന്നത്. ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. ഇസ്രായേൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഉദാഹരണമാണ്. 2017 മാർച്ച് മാസത്തിൽ അംബാനിയോട് എപ്സ്റ്റീൻ ചില കാര്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മോദി ഇസ്രായേൽ സന്ദർശിക്കും എന്നൊരു മറുപടി അനിൽ അംബാനി എപ്സ്റ്റീന് വേണ്ടി നൽകുന്നു. എപ്സ്റ്റീൻ അത് അമേരിക്കയെ അറിയിക്കുന്നു. അതിനുശേഷം ജൂലൈ 6-ാം തീയതി ഇസ്രായേൽ സന്ദർശിക്കുന്നു. ജൂലൈ 26-ാം തീയതി ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നരേന്ദ്രമോദി നടത്തുന്നു. അതിനെക്കുറിച്ച് എപ്സ്റ്റീൻ പറഞ്ഞിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി തൻ്റെ ഉപദേശം സ്വീകരിച്ചു. ഇസ്രായേലിൽ പോയി അമേരിക്കൻ പ്രസിഡന്റിനു വേണ്ടി പാട്ടും പാടി ഡാൻസും കളിച്ചു, സംഗതി ഏറ്റു എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ എപ്സ്റ്റൈനാണ്. എന്ത് സംഗതി ഏറ്റു? എന്താണ് സംഗതി? ഒരു ലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റീനുമായി എപ്സ്റ്റീൻ്റെ ഫയലുകളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേരെങ്ങനെ വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ട്രംപിൻ്റെ അനുയായി ടോം ബ്രോക്കിന് ഒരു മെയിൽ അയച്ചത് എപ്സ്റ്റൈനാണ്. എന്താണ് എപ്സ്റ്റൈൻ അയച്ചത്? ഈ മോദിയുമായിട്ടുള്ള സൗഹൃദമുണ്ട്, ട്രംപുമായിട്ടുള്ള സൗഹൃദത്തിൽ മോദി ആഗ്രഹിക്കുന്നു എന്ന മട്ടിൽ ഇടനിലക്കാരനായി നിൽക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സൗഹൃദം വേണമെങ്കിൽ എപ്സ്റ്റീൻ എന്ന് പറയുന്ന ലൈംഗിക കുറ്റവാളിയുടെ ഇടനില വേണമോ എന്ന ചോദ്യം പ്രസക്തമാണ്. അതിന് പ്രധാനമന്ത്രി മറുപടി നൽകണ്ടേ? ഈ നിമിഷം വരെയും പ്രധാനമന്ത്രി മറുപടി നൽകിയില്ല. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എഡ്യൂനയുടെയും നെഹ്റുവിൻ്റെയും പഴയ പുസ്തകം എടുത്തുകൊണ്ടുവന്ന് പാളീസാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ 12 വർഷത്തിൽ ഇതാദ്യമായി നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രസംഗിക്കാനാവാതെ, രാജ്യസഭയിൽ ഉയർത്തിയ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ടു നിൽക്കുന്ന പോരാളിയായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാദ്യമായി കരുത്തുറ്റ പ്രതിപക്ഷത്തിൻ്റെ കരുത്തറിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിരോധത്തിലാണ്, ത്രികോണ പ്രതിരോധത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ നിലപാട് ഈ വിഷയം. ജിമ്മി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധത്തിലോ? പ്രതിരോധം അല്ല പറയേണ്ടത്, പൂരപ്പറമ്പിൽ വിവസ്ത്രനായി ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ അവസ്ഥയിലാണ് പ്രധാനമന്ത്രി നിൽക്കുന്നത്. ഇതുപോലൊരു ഗതികേടി അടുത്ത കാലത്തെങ്ങും നരേന്ദ്രമോദിക്ക് ഉണ്ടായിട്ടില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്. സാധാരണഗതിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കച്ചിത്തുരുമ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ പൊക്കിക്കൊണ്ട് വരാറുണ്ട്. പക്ഷേ ഇത്തവണ ഒന്നുമില്ല. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മോദി ഉത്തരം പറഞ്ഞേ പറ്റൂ എന്ന് രാജ്യം ആഗ്രഹിക്കുന്നു. പാർലമെൻറ്റിൽ പ്രതിപക്ഷം അതിനുവേണ്ടി മുറവിളി കൂട്ടുന്നു. ഒന്ന്, ഇന്ത്യയുടെ ഭൂമി ചൈനയുടെ കൈക്ക് മുമ്പിൽ അടിയറ വെച്ചു വന്ന് ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവി എം നരവനെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഭൂമി ഇന്ത്യക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതോടൊപ്പമാണ് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ എന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞത്. അതിലും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ ഭൂമി ചൈനയുടെക്ക് കൊടുക്കുന്ന രീതിയിൽ പോയോ എന്നുള്ളതാണ്. ഓർമ്മയുണ്ടോ, ഈ വിഷയം മുമ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തുമ്പോൾ കോടതി അടക്കം നിങ്ങൾക്ക് രാജ്യസ്നേഹമില്ല എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ കോടതിയിൽ വിമർശിച്ചു വിട്ടിട്ടുണ്ട്. അതിനുള്ള മറുപടിയാണ് ചോദിച്ചത്. 1. 2, റഷ്യയുമായുള്ള എണ്ണ വിൽപ്പന അത് നിർത്തിയോ? വ്യക്തമായ ചോദ്യമാണല്ലോ. 3, പുതിയ കരാറുണ്ടാക്കുമ്പോൾ പൂർണ്ണമായും അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക്, അതും പഴവും പച്ചക്കറിയും അടക്കമുള്ള കാർഷിക മേഖലയെ തകർക്കുന്ന സാധനങ്ങൾ ഫ്രീ ആയിട്ട് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാമെന്ന് സമ്മതിച്ചതായി അമേരിക്ക പറയുന്നു. സത്യമാണോ? ഇത് കൂടാതെ എപ്സ്റ്റീൻ ഫയലിൽ താങ്കളെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. എപ്സ്റ്റീൻ എന്ന വ്യക്തിയുമായി അദ്ദേഹം ഒരു ലൈംഗിക കുറ്റവാളിയാണ്. കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ചതിന് ശിക്ഷ അനുഭവിക്കവേ മരിച്ചുപോയ ആളാണ്. അയാളുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ? അത് പറയണം. ഈ കാര്യങ്ങളിൽ ഈ എപ്സ്റ്റീൻ ഫയൽസുകളിൽ പ്രത്യേകം പറഞ്ഞ കാരണം അങ്ങനെ ചുമ്മാ പറഞ്ഞു പോയാൽ പോരാ. കാരണം അമേരിക്കയിൽ ഒരു വിശദമായ അന്വേഷണം നടക്കുകയാണ്. തൽക്കാലം ഡോക്യുമെൻറ്റുകളെ പുറത്തു വന്നിട്ടുള്ളൂ.
ഇതിൻ്റെ പുറത്ത് അന്വേഷണമുണ്ട്, വിശദമായി പിന്നെയും പേപ്പർ ട്രെയിലുകളൊക്കെ പുറകെ വരും. അപ്പോൾ കൃത്യമായ മറുപടി പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എഫ്സ്റ്റീൻ പറയുന്നതനുസരിച്ച്, ഞാൻ പറഞ്ഞതനുസരിച്ചാണ് ഇദ്ദേഹം ഇസ്രായേൽ പോയത് 2017. അങ്ങനെയാണ് ഡീലെല്ലാം സെറ്റായതാണ്. അപ്പോൾ ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായി താങ്കൾ പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. മറുപടിയില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാക്കിയ കരാറിലും എന്താണ് സാർ ഡീറ്റെയിൽസ്? ഇതിനും മറുപടിയില്ലാതെ ബുദ്ധിമുട്ട് നിൽക്കുമ്പോഴാണ് പാർലമെൻറ്റിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് മറുപടിയായുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി സംസാരിക്കാതെ ഇന്നലെ ഒളിച്ചോടിപ്പോയത്. ഈ വിഷയം എങ്ങനെയാണ് പാർലമെൻറ്റിൽ BJP എതിരിട്ടത്? MM നരവനയുടെ 4 Stars of Destiny എന്ന് പറഞ്ഞ പുസ്തകം ഉയർത്തിക്കാട്ടുകയും അതിൻ്റെ വിശദാംശങ്ങൾ പറയുകയുമാണ് രാഹുൽ ഗാന്ധി ചെയ്തതെങ്കിൽ, അതിന് മറുപടിയായി ഇന്നലെ കാണിച്ച നാടകം BJPയുടെ നേതാവ് അദ്ദേഹം നിഷികാന്ത് ദുബെ 3 പുസ്തകങ്ങളാണ് ഉയർത്തിക്കാട്ടുന്നത്. 3 പുസ്തകം. ആദ്യത്തെ ഒരു മലയാളി എഴുതിയതാണ്, M.O. മത്തായി എഴുതിയ റെമിനിസൻസ് ഓഫ് നെഹ്റു ഏജ്. അതിനകത്ത് നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും അണിയറ പേഴ്സണൽ സ്റ്റോറീസാണ്, തറ കഥകളാണ്. ആ കഥ സത്യമോ നുണയോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ മറുപടിയാണ്. ഏതാ? ചൈനയ്ക്ക് ഇന്ത്യ ഭൂമി അടിയറ വെച്ചോ, MM നരവനയുടെ പുസ്തകം. ഇപ്പുറത്ത് നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും അണിയറ കഥകൾ. ഇതാണ് BJP, ഇതാണ് കമ്പാരിസൺ, ഇതാണ് പാർലമെൻറ്റിലെ യുദ്ധം. തീർന്നില്ല. അടുത്തൊരു പുസ്തകം എഡ്വിൻ ആൻഡ് നെഹ്റു. അതും നെഹ്റുവും എഡ്വിനയും തമ്മിലുള്ള കിടപ്പറ കഥകളോ അല്ലെങ്കിൽ പ്രണയ കഥകളോ ആണ്. അതൊരു നോവലാണ്, കാതറിൻ ക്ലെമൻറ്റിൻ്റെയാണ്. ഇത് കൂടാതെ സോണിയാഗാന്ധിയെക്കുറിച്ച് ദ റെഡ് സാരി, അത് എഴുതിയത് ഹാവിയർ മോറോ, അതും ഒരു നോവലാണ്. BJPയുടെ നിലവാരമാണ് ഇന്ന് നമ്മൾ പാർലമെൻറ്റിൽ കണ്ടത്. എന്താ? വളരെ ഗൗരവത്തോടു കൂടി ഇന്ത്യയുടെ ഡിഫൻസ് പ്രതിരോധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ MM നരവനെ, അദ്ദേഹം കരസേനാ മേധാവിയാണ്, അദ്ദേഹം എഴുതിയ പുസ്തകം ഇന്ത്യയുടെ ഭൂമി വിട്ടുകൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞത്, യുദ്ധത്തിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എല്ലാവരും പോയി എന്ന് പറഞ്ഞത്, അതിന് മറുപടിയായി 3 തറ നിലവാരത്തിലുള്ള പുസ്തകങ്ങൾ ഉയർത്തി കാണിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടക്സ്റ്റിൽ തറയായി പോകുന്ന 3 പുസ്തകങ്ങൾ ഉയർത്തി കാണിക്കുക. ഇതായിരുന്നു നിലവാരം. അതും ഏറ്റില്ല. അത് അവസാനം നാണം കെട്ടു. കാരണം ഒരു പ്രത്യേക സെക്ഷൻ ഉദ്ധരിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ പുസ്തകങ്ങൾ വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. എന്നിട്ടോ TDP അംഗമായിട്ടുള്ള കൃഷ്ണപ്രസാദാണ് ആ സമയത്ത് ഡയസിലുള്ളത്. 3 മിനിറ്റ് ഈ 3 പുസ്തകങ്ങൾ, സത്യത്തിൽ 4 പുസ്തകമുണ്ട്, ഈ പുസ്തകങ്ങളെല്ലാം ഉയർത്തി കാണിച്ച് വിശദമായി സംസാരിച്ച ശേഷമാണ് സ്പീക്കറുടെ ഡയസിലിരുന്ന് ആൾക്ക് ഓർമ്മ വന്നു, ഓ ഇത് നമ്മൾ രാഹുൽ ഗാന്ധിയെ തടഞ്ഞതാണല്ലോ, പറ്റില്ല, അതേ റൂൾ ഉപയോഗിച്ച് ആ പാർലമെൻറ്റിലെ ബാക്കി പ്രസ്താവന തടഞ്ഞു. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്നിട്ടും ഇതൊക്കെ ജനങ്ങൾ കണ്ടിട്ടും, അതായത് മൈക്ക് ഓഫ് ചെയ്യാതെ ഇദ്ദേഹത്തിന് ഋഷികാന്ത് ദുബെക്ക് ഇത് പറയാനുള്ള അവസരം മുഴുവൻ കൊടുത്തിട്ടും ഏശാതെ വന്നപ്പോൾ വൈകുന്നേരമാകുമ്പോൾ ഒരു അറിയിപ്പ് വരികയാണ്, മോദി വരുന്നില്ല. മോദി പിണങ്ങി, മോദി വരുന്നില്ല. അപ്പോഴേക്കും പിന്നെ കഥയായി, മോദി എന്തുകൊണ്ടാണ് വരാത്തത്? പ്രതിപക്ഷം പറഞ്ഞു, രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ ഇയാൾ വരില്ലെന്ന് എനിക്കറിയാം, ഞാൻ ഇന്ന് രാവിലെ ഈ പുസ്തകം വീണ്ടും ഉയർത്തി കാണിച്ചുകൊണ്ട് ഇയാൾ വരില്ല. അപ്പോൾ അതാ പാർലമെൻറ്റിലെ ലോക്സഭയുടെ സ്പീക്കർ പുതിയൊരു നാടകം വരാൻ, ഞാനാണ് പറഞ്ഞത് അദ്ദേഹത്തോട് വരണ്ടാം. എന്താ കാരണം? പാർലമെൻറ്റിലെ വനിതാ MP-മാർ മോദിയെ പിച്ചും മോദിയെ മാന്തും, അതുകൊണ്ട് വരണ്ടാന്ന് പറഞ്ഞെന്ന്. നാണമുണ്ടോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്? പാർലമെൻറ്റിൽ MP-മാർ ഡയസിലിറങ്ങുന്നതും ബഹളമുണ്ടാക്കുന്നതും ആദ്യത്തെ സംഭവമല്ല. പക്ഷേ പ്രധാനമന്ത്രിയെ ആക്രമിക്കുന്നൊരു സംഭവം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടില്ല. 2004 ഇതുപോലെ തന്നെ നന്ദി പ്രമേയത്തിൽ പങ്കെടുക്കാനാവാതെ ഒരു പ്രധാനമന്ത്രി അവിടെ ഇരുന്നിട്ടുണ്ട്. അത് മൻമോഹൻ സിംഗാണ്. അന്ന് ആരെങ്കിലും പറഞ്ഞോ മൻമോഹൻ സിംഗിനെ ആക്രമിക്കുമെന്ന് പേടിച്ചുകൊണ്ടാണ് മൻമോഹൻ സിംഗ് എഴുന്നേൽക്കാത്തതെന്ന്? മോദിയെ ആക്രമിക്കുമെന്നാണ് വാദം. മോദിയെ ഉപദ്രവിക്കും, മോദിയെ കൊല്ലും എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഇന്ന് മോദി പറയുന്നു. ഇന്നലത്തെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഇന്ന് ലോക്സഭയിലാണ് ഈ സംഭവം നടന്നത്, ഇന്ന് രാജ്യസഭയിൽ വന്ന് എൻ്റെ ജീവന് വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നതെന്ന് പറയുകയാണ്. നോക്കണേ നാടകം. ഈ നാടകം മുമ്പ് കേട്ടിട്ടില്ലേ? 2004 ഇസ്രത് ജഹാൻ എന്ന് പറയുന്ന ഒരാളെ വെടിവെച്ച് കൊന്നത്. ഇസ്രത് ജഹാനും അതുപോലെ തന്നെ ഷൊറാബിൻ ഷെയ്ഖും 2 പേരും കൊല്ലപ്പെട്ടത് മോദിയെ കൊല്ലാനായിട്ടുള്ള തീവ്രവാദി ആക്രമണത്തിൻ്റെ ഭാഗമാണെന്നാണ്. പിന്നീട് ആ കഥയ്ക്ക് എന്ത് സംഭവിച്ചെന്നും ആ സ്ത്രീയും ആ പുരുഷനും, മലയാളിയാണ് ഒരാൾ, എങ്ങനെയാണ് മരിച്ചതെന്നും അദ്ദേഹത്തെ അവരെ ആരൊക്കെയാണ് ഉപദ്രവിച്ചതെന്നൊക്കെ വിശദമായ കഥകൾ വേറെ വന്നു. അപ്പോൾ കള്ളക്കഥകളുടെ ഒരു വലിയ മാലകൾ സൃഷ്ടിച്ചുകൊണ്ട് എങ്ങനെയാണ് വൈകാരികമായി ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഒന്ന്, ഇന്ത്യയുടെ ഭൂമി നഷ്ടപ്പെട്ടോ? മറുപടി ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും തുണ്ട് കഥ. 2, ഇന്ത്യയുമായി അമേരിക്ക ഒരു കരാറിൽ ഒപ്പിടുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു, അമേരിക്കൻ ഭരണകൂടം പറയുന്നു 0 നികുതിക്ക് ഞങ്ങൾ അവിടുന്ന് അമേരിക്കയിൽ നിന്ന് പച്ചക്കറിയും പാലും മറ്റു ഉൽപ്പന്നങ്ങളും എല്ലാം ഇറക്കുമതി ചെയ്യും. മറുപടിയില്ല. 3, എപ്സ്റ്റീൻ ഫയൽസിൽ നിങ്ങളുടെ പേരെങ്ങനെ വന്നു? നിങ്ങൾ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണോ ഇസ്രായേൽ പോയത്? അതിനും മറുപടിയില്ല. ചുരുക്കത്തിൽ പൂർണ്ണമായും അപമാനിതനായി ഒരക്ഷരം പോലും മറുപടി പറയാനില്ല നിൽക്കുന്ന ഒരു മോദി
ഇന്ന് വൈകുന്നേരം പാർലമെൻറ്റിൽ നേരത്തെ പറഞ്ഞ എൻ്റെ ജീവന് വേണ്ടി അവർ ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേറെയും ചില കോമഡികൾ പറഞ്ഞു. ഈ കോമഡി അല്ലാതെ, വൈകാരികതയല്ലാതെ, റെട്ടറിക് അല്ലാതെ ഒരു കാര്യം ഇദ്ദേഹത്തിന് പറയാനാവില്ല എന്നുള്ളത് ഇന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞെന്താ, മൊത്തം കള്ളന്മാരാണെന്നേ, ഗാന്ധി എന്ന പേര് വരെ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നാണ് പറഞ്ഞത്. എന്താ ചോദ്യം, എന്താ ഉത്തരം? അരിയെന്ന് ചോദിച്ചാൽ പയറെന്നെങ്കിലും പറഞ്ഞാലും സമാധാനമുണ്ട്. ഇത് ഒരു ബന്ധവുമില്ലാതെ തുണ്ട് കഥകളും അതുപോലെ തന്നെ കുറേ എന്താ എന്നെ കൊല്ലാൻ വരുന്നു, എന്നെ ഉപദ്രവിക്കാൻ വരുന്നു, അവരെല്ലാം കള്ളന്മാരാണ് എന്ന ഒരു തരത്തിലും നിലവാരമില്ലാത്ത മൈതാന പ്രസംഗമാണ് നടത്തിയത്. വേറെ ചില പ്രസംഗങ്ങൾ പറഞ്ഞല്ലോ, എൻ്റെ ജീവനെടുക്കാൻ ശ്രമിച്ചു, ഗാന്ധി എന്ന പേര് മോഷ്ടിച്ചു, ജനസംഖ്യ ഒരു ബാധ്യതയാണെന്ന് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും പറഞ്ഞു. എനിക്ക് അങ്ങനെയല്ല. എന്തൊരു കോമഡിയാണ് എൻ്റെ പ്രധാനമന്ത്രി, എന്തൊരു കോമഡിയാണ്. ഇന്ത്യയുടെ ജനസംഖ്യ ഒരു വലിയ ബാധ്യതയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. ഈ രാജ്യം ഇത്രയും പേരെ പട്ടിണിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരണം എന്ന കോണ്ടക്റ്റിലാണ് പറഞ്ഞതെന്ന് അങ്ങേക്കും അറിയാം, നാട്ടുകാർക്കെല്ലാം അറിയാം. പക്ഷേ പ്രസംഗത്തിൽ അതിന് വേറെ ലോജിക്കൊന്നുമില്ല. അതൊരു വലിയ ബാധ്യതയാണ്, എനിക്കതൊരു ബാധ്യതയല്ല. അതുപോലെ തന്നെയാണ് ഏറ്റവും അവസാനം പറഞ്ഞത്, പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം ചെയ്തത് എന്താണ്? അപ്പോൾ ഡയസിൽ ആരായിരുന്നു? ഒരു ദളിത് സ്ത്രീയായിരുന്നു. അതുകൊണ്ട് അവർ നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് നോർത്ത് ഈസ്റ്റിലുള്ള ആളുകളെ, ദളിതരെ അപമാനിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്. ഇങ്ങനെ അപഹാസ്യമായ ഒരു ഡിഫൻസ് തീർത്തുകൊണ്ട് വായുവിലുള്ള 4 ചോദ്യങ്ങളെ അങ്ങനെ തന്നെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഖർഗെ അഭിമാനിച്ചു കേട്ടോ. ഖർഗെ അഭിമാനിച്ചു. ഖർഗെ എഴുന്നേറ്റ് നിന്ന് ബഹളം വെക്കേണ്ട, ഇരുന്ന് ബഹളം വെച്ചോളൂ എന്ന് പറഞ്ഞു. 83-കാരനായ ഖർഗെ, 75-കാരനായ മോദി, താങ്കൾ ഇരുന്നിട്ട് മതി എന്ന്. അതെ അതെ, തിരിച്ചും പറഞ്ഞു. ഇതിൻ്റെ ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഇത് മൈതാന പ്രസംഗമാണ്. നമ്മുടെ നാട്ടിൽ മൈതാന പ്രസംഗത്തിൻ്റെ പ്രത്യേകത എന്താ? യാതൊരു ലോജിക്കും വേണ്ട, നിങ്ങൾക്ക് എന്തും പറയാം, ആരെയും തെറി വിളിക്കാം, ആരുടെ വീട്ടുകാരെയും പറയാം, ഒരാളും ചെയ്യില്ല. കാരണം തുക്കട നേതാക്കന്മാരാണ്, മൈതാന പ്രസംഗമാണ്, ഒരു പുല്ലിൻ്റെ വില പോലുമില്ല. അതുപോലെ പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്ന ഒരാളായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറുന്നു. വളരെ പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങൾ ഇപ്പോഴും വായുവിൽ അവശേഷിക്കുന്നു. ഒന്നുകൂടെ പറയാം, എല്ലാവരുടെയും ഓർമ്മയിൽ നിൽക്കട്ടെ, ഇത് കേൾക്കുന്നവരുടെ ഓർമ്മയിൽ നിൽക്കട്ടെ, രാജ്യത്തിൻ്റെ ഓർമ്മയിൽ നിൽക്കട്ടെ. ഇന്ത്യയുടെ ഭൂമി, പാങ്കോങ് തടാകത്തിൻ്റെ താഴ്വരയിൽ ചൈനീസ് സൈന്യവുമായുള്ള യുദ്ധത്തിൽ 20 ഇന്ത്യൻ ഭടന്മാർ കൊല്ലപ്പെട്ട സമയത്ത് ആ ഭൂമിയിൽ നിന്ന് ഇന്ത്യൻ സൈന്യം പിന്മാറിയെന്ന് ഇന്ത്യയുടെ കരസേനാ മേധാവി പറയുന്നു. 2, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന പൂർണ്ണമായി നിർത്തിയോ? മോദിയുടെ കരുത്താണ്, മോഡിയുടെ മസിലാണെന്ന് പറഞ്ഞ് 2 മാസം മുമ്പേ ഈ BJPയും അവരുടെ മുഴുവൻ മെഷീനറിയും പറഞ്ഞത് അമേരിക്ക ഞങ്ങൾക്ക് പുല്ലാണ്, അമേരിക്ക ഇപ്പോൾ ശരിയായി, നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ട്, അമേരിക്ക ഇപ്പോൾ ശരിയാക്കി തരാമെന്നാണ്. 2, മൂന്നാമത്തത്, എപ്സ്റ്റീൻ ഫയൽസിൽ താങ്കളുടെ പേര് വന്നത് എങ്ങനെ? താങ്കൾ എപ്സ്റ്റീനുമായി എപ്പോഴെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? ഇല്ലെന്ന് പറഞ്ഞാൽ മതി, മോദി ഞങ്ങൾക്ക് വിശ്വാസമാണ്, പക്ഷേ അദ്ദേഹം പറയണം. 4, അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ പൂർണ്ണമായും നികുതിയില്ലാതെ ഇറക്കുമതി ചെയ്തു എന്ന് കരാർ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് ആരോട് ചോദിച്ചിട്ട് അങ്ങനെയുണ്ടോ? 4നും മൗനമാണ്. ഈ 4നുമുള്ള മോദിയുടെ മൗനം മൈതാന പ്രസംഗം കൊണ്ടോ റെട്ടറിക്ക് കൊണ്ടോ എൻ്റെ ജീവൻ എടുക്കാൻ അവർ ശ്രമിക്കുന്നു എന്ന് പറയുന്ന കരച്ചിൽ കൊണ്ടോ തീരില്ല. മോദി സംശയമുനയിലാണ്. മോദി എന്തു പറഞ്ഞാലും ആ ചോദ്യങ്ങൾ അവിടെ തന്നെ നിൽക്കും. ഓക്കെ, ചോദ്യം ഇതായിരുന്നു, മോദി പ്രതിരോധത്തിലോ? 4 യെസ് എന്നാണ് 4 പേരുടെയും ഉത്തരം. Meet the editors.